രാവിലെയുടെ മറ്റൊരു മണിക്കൂർ ആരംഭിക്കുകയാണ്. നമുക്ക് ഈ ഇതുവരെയുള്ള വാർത്തകളുടെ പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ഇന്ന് ഉച്ചവരെ CPM ഹർത്താൽ. ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJP മാർച്ച്. മരിച്ചത് കയറംകോട് സ്വദേശി അലൻ. ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്കും ഗുരുതര പരിക്ക്. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക്. കോടതിയെ സമീപിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി. നിയമം മൗലികാവകാശങ്ങളെ ഹനിക്കുമെന്ന് ലീഗ്. മുനമ്പം നിവാസികളുടെ ഹർജിയിൽ വഖഫ് ട്രിബ്യൂണൽ വിധിയും ഇന്നുണ്ടാകും. MA ബേബി CPM ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേരള പാർട്ടിയിൽ എന്തു മാറ്റമുണ്ടാകും? പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന് നിഗമനം. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന പ്രചരണത്തിൽ അടിസ്ഥാനമില്ലെന്ന് ബേബി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം തുടങ്ങി കോൺഗ്രസ്. ഇന്ന് മണ്ഡലം തലത്തിൽ നേതൃയോഗം. ആര് സ്ഥാനാർത്ഥിയായാലും UDF ജയം ഉറപ്പെന്ന് ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും. പുറത്തുനിന്ന് PV അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കാനും നീക്കം. പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ മതപ്രഭാഷകന്റെ ഭാര്യ മരിച്ചതിൽ നടപടിയുണ്ടാകും. മരിച്ച അസ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അമിത രക്തസ്രാവമുണ്ടായിട്ടും ചികിത്സ നൽകിയില്ലെന്ന പരാതിയുമായി യുവതിയുടെ കുടുംബം. ആശാവർക്കർമാരുമായി തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ ചർച്ച ഇന്ന്. കൂടിക്കാഴ്ച വൈകിട്ട് മന്ത്രിയുടെ ചേംബറിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 57ാം ദിവസം. രോഗശയ്യയിൽ നിന്ന് വിശ്വാസികളുടെ മുന്നിലേക്ക് എത്തി മാർപ്പാപ്പ. സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഹർഷാരവത്തോടെ വരവേറ്റ് വിശ്വാസികൾ. ഇന്ന് റിസർവ് ബാങ്കിന്റെ പണ നയാവലോകന യോഗം. വീണ്ടും റിപ്പോ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചന. പ്രതീക്ഷയ്ക്ക് വക നൽകി. പണപ്പെരുപ്പ നിരക്കിലും കുറവ്. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകണം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. CPM-ഉം BJP-യും പ്രതിഷേധ രംഗത്തുണ്ട്. CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. DFO ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കയറംകോട് സ്വദേശി അലനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് പരിക്കേറ്റു. ഇരുവരും ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ ആയിരുന്നു ആനയുടെ ആക്രമണം. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, നേരത്തെ നമ്മൾ അവിടുത്തെ പഞ്ചായത്ത് അംഗവുമായൊക്കെ പഞ്ചായത്ത് മെമ്പറുമായൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഈ ആനയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അവിടെ. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. ആന നേരത്തെയും നാട്ടുകാരെ ശല്യപ്പെടുത്തുന്നുണ്ട്. ആക്രമണകാരിയാണ്. ഇവർ കടയിലേക്ക് പോയി മടങ്ങും വഴിയായിരുന്നു സംഭവം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഷംന? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 7:30 കൂടിയായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കയറംകോട് സ്വദേശി അലനാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ വിജിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കാട്ടാന ചവിട്ടി നിലത്ത് വീണ് തലയിടിച്ചാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഗുരുതര പരിക്കാണ്. ഇന്നലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ച ഇവരെ പിന്നീട് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം നിരന്തരമായി ഈ കാട്ടാന സാന്നിധ്യ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിരുന്നു. പക്ഷെ വനം വകുപ്പോ അധികൃതരോ കാര്യമായ നടപടികൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിരുന്നില്ല. ഇതാണ് ഇപ്പോൾ ഒരു 25-കാരന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഈ മേഖലയിൽ വ്യാപക പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉച്ചവരെയാണ് CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഉണ്ടാവുക. രാവിലെ 10 മണിയോടുകൂടി DFO ഓഫീസിലേക്ക് BJP-യും മാർച്ച് നടത്തും. എന്തായാലും ഈ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണയായി, കാരണം ഈ കാട്ടാന ആക്രമണം ഉണ്ടായ ഇന്നലെ അതിനു മുമ്പ് കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഈ ആനയുടെ സാന്നിധ്യം
സ്ഥിരമായി മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപും ഒരുപാട് നാളുകളായി മേഖലയിൽ കാട്ടാന സാന്നിധ്യം ഉണ്ടായിരുന്നു. കൃഷി അടക്കം വ്യാപകമായി നശിപ്പിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അന്നൊക്കെ അത് ചൂണ്ടിക്കാട്ടി തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷെ വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ മുണ്ടൂര് കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഈ മേഖല വനമേഖലയോട് ചേർന്ന പ്രദേശമാണെങ്കിലും ജനവാസ മേഖലയാണ്. ഒപ്പം തന്നെ വ്യാപകമായി കൃഷിയൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഇത്തരത്തിലുള്ള വന്യജീവി സാന്നിധ്യം തുടരുക. ഷംന, മലമ്പുഴ MLA ശ്രീ A. പ്രഭാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MLA, എന്താണ് സംഭവിച്ചത്? ഇത് ഈ ആനയെ ഇങ്ങനെ നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന സംബന്ധിച്ച് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു പരാതിയാണ് അവിടെ ഉള്ളത്. ഇടപെടൽ പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിമിതിന്റെയാണ് പ്രശ്നം. നിയമവും പ്രശ്നങ്ങളൊക്കെയാണ്. ഇത് മണ്ഡലത്തിലാണെങ്കിൽ വാളയാർ മുതൽ കല്ലടിക്കോട് ഇപ്പൊ ഈ നടന്ന സംഭവത്തിന്റെ അടുത്താണ് കല്ലടിക്കോട്. അതുവരെ ഈ വന്യങ്ങളുടെ കടന്നാക്രമണം വരികയാണ്. ഇത് നിയമസഭയിൽ പലതവണ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നെ നിയമസഭയിൽ എന്താ മണ്ഡലത്തിൽ വല്ല വന്നിട്ട് കളിയാക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഈ നമ്മുടെ ഈ കത്തി കെട്ടുന്നത് കൊണ്ടൊന്നും ഇപ്പോ സോളാർ ഫെൻസിങ് കൊണ്ടൊന്നും ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ. അപ്പൊ അതാ ഈ പുതുച്ചേരി പഞ്ചായത്തിൽ ഇതുപോലെ ഉണ്ടായി. ആ സ്കൂളിനകത്ത് വന്ന് അതിന്റെ എല്ലാ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ CFOനും വിളിച്ചു. അപ്പൊ അദ്ദേഹം ആവശ്യമായ ഞങ്ങള് ഇനി ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള മുൻകരുതൽ എടുക്കാതിരുന്നാൽ നാട്ടിൽ നമുക്ക് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം വേണ്ടതൊക്കെ ചെയ്യാൻ ഈ ഫോറസ്റ്റിന്റെ മാത്രം സഹായം കൊണ്ട് കഴിയില്ല, ഞാൻ പോലീസിന്റെ സഹായവും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും ഇതൊരു തീരാ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ മനസമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നാൽ ആകുന്ന കാര്യം ഈ കാര്യത്തിൽ ഇടപെടും. ഇനിയിപ്പോ ആശുപത്രിക്ക് പോവുകയാണ്. അത് ഒന്ന് പോകണം. അമ്മയും ആശുപത്രിയിലാണ്. അപ്പോ ഒരു വല്ലാത്ത പ്രശ്നം ഇത് നാളെയും ഉണ്ടായിക്കൂടായികയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറുപടി. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. ഞങ്ങള് എന്നുള്ളത് എന്തായാലും പോകാൻ നിൽക്കുകയാണ്. ശരി, MLA സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. സമാനമായ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഷംന പറഞ്ഞതുപോലെ 12ഓളം മരണങ്ങൾ കാട്ടാന ആക്രമണത്തിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ MLA പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ്. നമുക്ക് ഒരിക്കലും കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെയൊക്കെ തടയുന്നതിനും മറ്റും പരിമിതികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ചില അനാസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. ഈ സ്ഥിരമായി ഇങ്ങനെ പരാതികൾ വന്നാൽ അല്ലെങ്കിൽ ഈ കാട്ടാനയൊക്കെ ജനവാസ മേഖലയിൽ വന്നാൽ അതിനെ തുരത്തുക എന്നൊരു കടമ വനം വകുപ്പിനുണ്ട്. ഷംന, അതിവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണോ? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഈ കാട്ടാനയെ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായി ഇതിലൊരു മുന്നറിയിപ്പ് നൽകാമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണമുള്ളത്. കാരണം ഈ സ്ഥിരമായി മേഖലയിൽ കാട്ടാന ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് ഈ നാട്ടുകാരുടെ ചോദ്യം. കാരണം ഇന്നലെ രാത്രി 7 മണിയോട് കൂടി കടയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ അലനെയും അമ്മയെയും ഈ കാട്ടാന തുടരുക. ഇപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. പാലക്കാടുകാരനാണ് അദ്ദേഹം. ശ്രീ കൃഷ്ണകുമാർ, ഇതിപ്പോൾ മുണ്ടൂരിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഇത്തരം പരാതികളുണ്ട്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് വരുന്നു. വേണ്ടപ്പെട്ടവർ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചോളം മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ഈ മേഖലയിൽ വലിയ തോതിലാണ് ജനങ്ങൾക്ക് കൃഷിനാശവും അതുപോലെ തന്നെ ജീവനും അപായം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 12ാമത്തെ 13ാമത്തെ ആളാണ്
കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ബെൽറ്റിൽ മരിക്കുന്നത്. ഇതിനു പുറമെയാണ് അട്ടപ്പാടി മേഖലയിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയില്ല. ഫെൻസിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് പ്രതിഷേധമുയർന്ന സമയത്ത് ഉറപ്പ് കൊടുക്കുക എന്നല്ലാതെ യാതൊരുവിധ നടപടിയില്ല. RRT ടീം ഉണ്ട് എന്നാ പറയുന്നത്, പക്ഷേ അവര് യാതൊരുവിധ അറിയിപ്പും കൊടുത്തിട്ടില്ല. ഇതിനെല്ലാം വേണ്ട നടപടി എടുക്കേണ്ട ഭരണപക്ഷം CPM ഇന്ന് മുണ്ടൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുക. തികച്ചും അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന്. ഇതെല്ലാം തടയാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളുണ്ട് ഇതിനായിട്ടുള്ള. വന്യജീവി ആക്രമണം തടയാനുള്ള, മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള പദ്ധതികളുണ്ട്. പക്ഷെ കേരളം അതിൽ നടപ്പാക്കുന്നതിൽ വലിയ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കണക്ക് പുറത്തു വിട്ടു. അവർ റെയിൽവേയുമായി ചേർന്ന് ആ പ്രദേശത്ത് കാട്ടാനയുടെ റെയിൽവേ ട്രാക്ക് ക്രോസിംഗിനെ സംബന്ധിച്ച് കിടക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. 5000-ലധികം ക്രോസിംഗ് ആണ് അവർക്ക് ഫലപ്രദമായിട്ട് റെയിൽവേ ട്രാക്ക് തടയാനുള്ള കാട്ടാനയുടെ ശ്രമം തടയാൻ പറ്റിയിട്ടുള്ളത്. അതിന് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം ആധുനിക AI സംവിധാനം ഉപയോഗിച്ച്. പക്ഷെ അതേ സമയത്ത് വാളയാറിനിപ്പുറത്ത് 6ഓളം കാട്ടാനകള് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ചു മരിച്ചു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ്. അവിടെ വനത്തിനുള്ളില് കാട്ടാനകൾക്ക് വെള്ളം കൊടുക്കാനുള്ള വെള്ളം ലഭിക്കാനുള്ള താൽക്കാലിക തടയണകൾ ഉണ്ടാക്കി അതിലെ ടാങ്കർ ലോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം നൽകുന്നു. അവർക്ക് തീറ്റ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന സമയത്ത് കേരളം ഈ കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ പ്രതിഷേധം ഉയരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആശ്വാസം കൊടുത്തുകൊണ്ട് ജനങ്ങളെ എല്ലാ കാലത്തും ദുരിതത്തിലാക്കുക. ആ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള മലയോര മേഖലയിലെ കൃഷി പൂർണ്ണമായിട്ട് ആളുകൾ ഉപേക്ഷിച്ചിരിക്കുക. ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഈ കിൻഫ്രയും മറ്റും സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് ജനങ്ങൾ വില പോലും നോക്കാതെയാണ് കിൻഫ്രയ്ക്ക് സ്ഥലം കൈമാറുന്നത് കഞ്ചിക്കോട്, പുതുശ്ശേരി ഭാഗങ്ങളിൽ. കാരണം ഈ വന്യമൃഗ ശല്യം കാരണമാണ്. അവർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതാണ് സാഹചര്യം. ഏതായാലും ശ്രീ കൃഷ്ണകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഷംന തുടർന്നുണ്ട്. ഷംന, പ്രതിഷേധ മാർച്ചുകളുണ്ട് അവിടെ. ഈ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അമ്മയും മകനും അപകടത്തിൽപ്പെട്ടു, മകൻ മരിച്ചു. അമ്മ ഗുരുതരമാണെന്നറിയുന്നു, പക്ഷേ ജീവന് ഭീഷണിയൊന്നും ഇല്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും ഗുരുതരമായ പരിക്കാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അമ്മയെ മാറ്റിയത്. അതായത് കാട്ടാനയുടെ ചവിട്ടേറ്റ് വീണ് തലയിൽ ഗുരുതരമായി പരിക്ക് പറ്റി എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും സംഭവത്തിൽ ഈ പ്രതിഷേധം കനക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇത് CPMന്റെ പഞ്ചായത്താണ്. അവിടെയാണ് ഇപ്പോൾ CPM തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് എന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. കാരണം ഈ കാട്ടാന ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12ഓളം മരണങ്ങളാണ് ഇതുവരെ സംഭവിച്ചത്. അപ്പോൾ ഇനിയൊരു ദാരുണമായ സംഭവം ഉണ്ടാവാതിരിക്കാൻ, ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട കരുതലുകൾ എടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലുള്ള കാര്യം. സാഹചര്യം അതാണ്. ഏതായാലും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഓരോ ദുരന്തം കഴിയുമ്പോഴും നമ്മൾ പറയും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. നമ്മുടെ പൊതു സംവിധാനങ്ങളുടെ അനാസ്ഥയൊക്കെ വലിയ തോതിൽ ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. വനമേഖലയിൽ അല്ലെങ്കിൽ വന അതിർത്തികളോട് ചേർന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കടമ എന്തായാലും നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. അത് ഉറപ്പാക്കുക തന്നെ വേണം താനും. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യവും. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വഖഫ് നിയമ ഭേദഗതി അത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. നമുക്കറിയാം, രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി. ഇനി നിയമമാകണം. അതിനുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് മുന്നിലാണ് ഇതുള്ളത് എന്ന് നമുക്കറിയാം. ഈ നിയമ ഭേദഗതിക്കെതിരെ ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ ബില്ലിന് നിയമപരമായ അംഗീകാരവും ലഭിച്ചിരുന്നു. ബിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാകും ഹർജി. ഹാരിസ് ബീരാൻ MP വഴി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഹർജി നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഏറെ നിർണായകമായ നീക്കങ്ങൾ പല മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. AR രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, വഖഫ് നിയമം അത്
ഭേദഗതി ബിൽ അത് നമുക്കറിയാം ആദ്യം മുതൽ തന്നെ മുസ്ലിം സംഘടനകൾ, മുസ്ലിം വ്യക്തി നിയമ ബോർഡായാലും ലീഗായാലും ഒവൈസി ആയാലും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. കോൺഗ്രസും സമാനമായ നിയമപോരാട്ടം നടത്തുമെന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് ലീഗിന്റെ നീക്കം ഇപ്പോൾ? രഞ്ജിത്ത്, വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വിവിധ സംഘടനകളും കക്ഷികളും നിയമ പോരാട്ടമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ബീഹാറിൽ നിന്നുള്ള MP ജാവേദ് മുഹമ്മദ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒവൈസി AMIM നേതാവാണ്, അദ്ദേഹവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിൽ നിന്നുള്ള MLA അമാനത്തുള്ള ഖാൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ഇന്ന് ഹർജി നൽകുകയാണ്. ഏതായാലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തി. ഇന്ന് കപിൽ സിബലുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ലീഗ് ഹർജി നൽകുക. ലീഗ് ഏതായാലും പ്രധാനമായും ആവശ്യപ്പെടുക ഈ നിയമം അത് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമായിരിക്കും ലീഗ് മുന്നോട്ട് വയ്ക്കുക. കാരണം ലീഗ് പറയുന്ന പ്രധാനപ്പെട്ട വാദം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് ഈ നിയമം എന്നുള്ള വാദമാണ് ലീഗ് ഉന്നയിക്കുക. ഏതായാലും ആദ്യം ഇതൊരു സ്റ്റേ അനുവദിക്കണമെന്നൊരു ആവശ്യമായിരിക്കും ലീഗ് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ വിവിധ കക്ഷികൾ ഇപ്പോൾ ഹർജിയുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സമസ്ത ഇതിനോടകം തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സമസ്തയും ചൂണ്ടിക്കാണിക്കുന്നത് വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റു ചില കക്ഷികൾ കൂടി വരും ദിവസങ്ങളിൽ ഇതിൽ കക്ഷി ചേർന്നാക്കാം, അല്ലെങ്കിൽ ഹർജിയുമായി മുന്നോട്ട് പോയേക്കാം. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ DMK ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന്. ഇന്നലെയും സ്റ്റാലിൻ സമാനമായ പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ DMKയും കോടതിയെ സമീപിച്ചേക്കാം. ഏതായാലും ഒരു വശത്ത് നിയമ പോരാട്ടം തുടരുകയാണ്, മറുവശത്ത് പ്രതിഷേധവും ശക്തമാണ്. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഡൽഹിയിലടക്കം വിവിധ ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ജാമിയ മിലിയ സർവകലാശാല, JNUവിലടക്കം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഈ നിയമത്തിനെതിരെ പ്രതിഷേധമുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വഖഫ് നിയമത്തിനെതിരെ ഉള്ള നിയമ ഭേദഗതിക്കെതിരെ ഉള്ള പ്രതിഷേധമടക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒപ്പമാണ് നിയമ പോരാട്ടവും ആരംഭിച്ചിരിക്കുന്നത്. AR രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയിൽ വിധി ഇന്നുണ്ടാകും. 3-അംഗ വഖഫ് ട്രിബ്യൂണലാണ് വിധി പറയുക. സംസ്ഥാന വഖഫ് ബോർഡിനെതിരെ കോഴിക്കോട് ഫാറൂഖ് കോളേജ് നൽകിയ അപ്പീലിൽ കക്ഷി ചേർക്കണമെന്നാണ് ആവശ്യം. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മുനമ്പം നിവാസികൾക്ക് ആശ്വാസകരമായി വഖഫ് പുതിയ നിയമത്തിന്റെ തണലൊക്കെ ഉണ്ട് എന്നവർ കരുതുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി വരിക. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദഗതികൾ? രാജ്യത്ത് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന വഖഫ് ബോർഡ് നടപടികൾക്കെതിരെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ 2 അപ്പീലുകളിലാണ് കക്ഷി ചേരുന്നതിനായി മുനമ്പം നിവാസികൾ ഹർജി നൽകിയിരിക്കുന്നത്. കക്ഷി ചേരാനുള്ള മറ്റ് 2 ഹർജികൾ നേരത്തെ ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. വഖഫ് സംരക്ഷണ സമിതിയും അഖില കേരള വഖഫ് സംരക്ഷണ സമിതി എന്നിവരുടെ ഹർജികളാണ് തള്ളിയത്. അവർക്ക് ഈ കേസിൽ കക്ഷി ചേരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമായ ബന്ധമില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർജികൾ തള്ളിയത്. അതുകൊണ്ട് തന്നെ വഖഫ് നിവാസികൾക്ക് അവരുടെ ആവശ്യങ്ങൾ പറയണമെന്നാണ്, അല്ലെങ്കിൽ ഈ കേസിൽ ഈ വഖഫ് ബോർഡും ഫാറൂഖ് കോളേജും തമ്മിൽ നടക്കുന്ന കേസിൽ തങ്ങളുടെ ഭാഗം കൂടി പറയണമെന്ന ആവശ്യമാണ് ഈ മുനമ്പം നിവാസികൾ മുന്നോട്ട് വെച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന ഈ വഖഫ് ബോർഡിന്റെ 2019 ഉത്തരവും, തുടർന്ന് ഈ വഖഫ് രജിസ്റ്ററിൽ സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2ാമത്തെ ഉത്തരവും, ഇങ്ങനെ ഈ 2 ഉത്തരവുകളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഫാറൂഖ് കോളേജിന്റെ അപ്പീലുകൾ കോടതിയിൽ നൽകിയത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ സർവേ അടക്കമുള്ള തുടർ നടപടികൾ എടുക്കാതെ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു എന്നാണ് ഈ ഫാറൂഖ് കോളേജ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ദാനമായി നൽകിയ സ്ഥലമാണ്, അത് വഖഫ് ചെയ്ത് വഖഫായി മാറ്റിയ സ്ഥലമല്ല. അതുകൊണ്ട് ഈ നൽകിയ ഇടപാടുകൾ നിയമവിധേയമാണ് എന്ന ഒരു കാര്യവുമാണ് അവർ വാദമുഖത്തിനിടയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. തങ്ങളാണ് ഇതിന്റെ ആത്മീയമായ ഗുണഫലം അല്ലെങ്കിൽ ഗുണദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തങ്ങളുടെ ഭാഗം കൂടെ പറയണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും നേരത്തെ 2 ഹർജികൾ തള്ളിയ സാഹചര്യത്തിൽ ഇവരുടെ ഹർജി വഖഫ് ട്രൈബ്യൂണൽ ഉൾപ്പെടുത്തുമ്പോയെന്നത് ഏറെ ആകാംക്ഷ ഉയർത്തുന്ന വിഷയം തന്നെയാണ്. രഞ്ജിത്ത്, അതാണ് വിശദാംശങ്ങൾ. ഏതായാലും ഫാറൂഖ് കോളേജ് നൽകിയ അപ്പീലിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹർജിയുമുണ്ട്. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇന്നുണ്ടാകും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പീലിൽ തീരുമാനമാകുന്നത് വരെ കമ്മീഷന് പ്രവർത്തനാനുമതി നൽകണമെന്നാണ് ആവശ്യം.
ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോടതിയുടെ വിധി. അതിനുശേഷമാണിപ്പോൾ കൂടുതൽ നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. അനുകൂല ഉത്തരവ് ലഭിക്കുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? എന്തായിരുന്നു സർക്കാരിൻ്റെ വാദഗതികൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. മുൻപത്തെ ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. വേണ്ടി വന്നാൽ ഈ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനും സർക്കാർ തയ്യാറാണ്. മുൻപത്തെ ഭൂമി ഏറ്റെടുത്ത ഈ തർക്കത്തിൽ പരിഹാരം കാണാനും സർക്കാർ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണം. നടപടി റദ്ദാക്കി ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാര പരിധികൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് തള്ളിയ ഹർജിയാണ്. കാരണം മുൻപും കമ്മീഷണർ റദ്ദാക്കുന്ന ഉത്തരവ് ജസ്റ്റിസ് CS ഡയസിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത്. അതിന് കൃത്യമായ കാരണം കാണിച്ചത് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ് മുൻപത്തെ ഭൂമി ഇരിക്കുന്നത്. അത് തർക്കഭൂമിയാണ്. അത്തരം ഭൂമികളിൽ അല്ലെങ്കിൽ വഖഫിന്റെ അധികാര പരിധിയുള്ള ഭൂമിയിൽ സർക്കാരിന് ഇടപെടാനുള്ള അധികാരമില്ല. സർക്കാരിന് ഭൂമിയിന്മേൽ, അതായത് റവന്യൂ ഭൂമിയിന്മേൽ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാം. അതേസമയം ഇത്തരം വഖഫ് തർക്കം ഉന്നയിച്ച ഭൂമികളിൽ ഇടപെടാനുള്ള അധികാരം ജുഡീഷ്യൽ കമ്മീഷന് ഇല്ല എന്ന് അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന സാഹചര്യമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസ് മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം മുൻപത്തെ ഭൂമിയിൽ വസ്തുതാ റിപ്പോർട്ട് ശേഖരിക്കുന്ന സാഹചര്യമുണ്ട്. അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ മുൻപത്തെ ഭൂമിയിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മുൻപം കമ്മീഷനെ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതിയിൽ മുൻപത്തെ ഭൂമി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ നിയമനിർമ്മാണം നടത്താൻ തയ്യാറാണെന്ന്, അതല്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാൻ തന്നെ തയ്യാറാണ് എന്നുള്ള സാഹചര്യം കൂടിയുണ്ടെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. എന്തായാലും മുൻപം ഭൂമിയിൽ വഖഫ് ഇതുമായി ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുൻപത്തുകാർക്ക്. കാരണം വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയത് തന്നെ മുൻകാല പ്രാബല്യത്തോടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. മുൻകാല പ്രാബല്യത്തിൽ ഉണ്ടാകില്ല എന്ന സാഹചര്യത്തിൽ ഈ മുൻപത്തെ തർക്കഭൂമിയെ അതിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വഖഫ് ഭൂമിയുമായി അല്ലെങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള 40 അനുച്ഛേദത്തിലാണ് ഈ പറയുന്ന ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ മുൻപത്തെ ഭൂമിയിൽ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതാണ് സാഹചര്യം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇതിൻ്റെ സാധ്യതകൾ വീണ്ടും പരിശോധിക്കുകയാണ് കോടതി. മറ്റു വാർത്ത, ആയിരങ്ങൾ അണിനിരന്ന പ്രകടനത്തോടെ CPMന്റെ മധുര പാർട്ടി കോൺഗ്രസിന് സമാപനം. ഇടതുപക്ഷത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനറൽ സെക്രട്ടറി, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. മധുരയിലെ CPMന്റെ സംഘടനാ ശേഷിയും സാധാരണക്കാരിൽ സാധാരണക്കാരായ അണികളുടെ ആവേശവും വിളിച്ചോതുന്ന പ്രകടനത്തോടെയായിരുന്നു 24ാം പാർട്ടി കോൺഗ്രസ് കൊടിയിറങ്ങിയത്. പാർട്ടി കോൺഗ്രസിന്റെ ആദ്യ ദിനം മുതൽ 100 കണക്കിന് പ്രവർത്തകരാണ് സമ്മേളന വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. മധുരയിലും തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് പേർ സമാപന സമ്മേളനത്തിനുമെത്തി. കേരളത്തിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ പാർട്ടി കോൺഗ്രസിന്റെ ആവേശത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാവിയിൽ ആശങ്ക വേണ്ടെന്നും അത് ശോഭനമെന്നും ജനറൽ സെക്രട്ടറിയുടെ ശുഭപ്രതീക്ഷ. Throughout the country, CPIM and the left forces would be able to emerge as a force to reckon with. For that, we hope the support of the entire masses. People of Madura, people of Tamil Nadu came forward to make the 24th Congress of the CPIM a resounding success. For that, let's salute to all of you. എന്തുകൊണ്ട് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് പറയാനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത്. Those who should stand together, those who face the same troubles of life are being divided not just in this instance.
take Kerala's coast for example. There, Hindus, Christians, and Muslims work as fisherfolk. They all face the same situations in life. Yet even they were sought to be divided by spreading hatred amongst them. However, that political design of hatred did not materialize there. തമിഴ്നാട്ടിലെ പാർട്ടിക്ക് ഊർജം നൽകുന്ന അനുഭവമായി പാർട്ടി കോൺഗ്രസ് സംഘാടനം മാറി. മെയ് 20 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം നൽകിയാണ് പാർട്ടി കോൺഗ്രസ് സമാപിച്ചത്. ന്യൂസ് 18 മധുര. എം എ ബേബി ഇന്നലെയാണ് CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു തിരിച്ചുവരവ് കൂടിയാണ് എം എ ബേബിയുടേത് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, വളരെ പ്രസക്തനായ ഒരു സമയത്ത് മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവ് കൂടിയാണ് ബേബി. എം എ ബേബി CPM-ന്റെ നേതൃത്വത്തിലെത്തുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും അത് ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാർട്ടിയിലും സർക്കാരിലും അവസാന വാക്കായ പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പാർട്ടി സെക്രട്ടറിയും തൊട്ടു പിന്നാലെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശേഷം കേരള പാർട്ടിയിൽ പിണറായി വിജയന് മുകളിൽ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. ഒരേ ഘടകത്തിൽ ഉണ്ടായിരുന്ന VS അച്യുതാനന്ദൻ പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പിന്നെ പിണറായി വിജയനേക്കാൾ താഴ്ന്ന ഘടകത്തിൽ ഇരുന്നായിരുന്നു VS-ന്റെ പോരാട്ടം. ആ പോരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിന്റെ പൂർണ്ണ പിന്തുണയും പിണറായിക്കായിരുന്നു. VS അനുകൂലിയായ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയപ്പോഴേക്കും കേരള പാർട്ടി ഒറ്റക്കെട്ടായി പിണറായിക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പിണറായിയുടെ കൂടി നേതാവായ എം എ ബേബി എത്തുമ്പോൾ പുതിയൊരു അധികാര കേന്ദ്രം പിണറായിക്ക് മുകളിൽ വരികയാണ്. അത് എങ്ങനെ കേരള CPM-ൽ പ്രതിഫലിക്കുമെന്നതാണ് നിർണായകം. പല കാര്യങ്ങളിലും ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ പാർട്ടിയോട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു തർക്കത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. ഈ ഐക്യവും സമവായ സമീപനവും ബേബിയുടെ കാലത്തും തുടർന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. മറിച്ചായാൽ CPM-നെ കാത്തിരിക്കുന്നത് വലിയ തർക്കങ്ങളുടെ കാലമാകും. പിണറായി വിജയന്റെ പല നിലപാടുകളോടും പുതുതലമുറയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് യോജിപ്പുമില്ല. എല്ലാ തീരുമാനങ്ങളും മുമ്പത്തെ പോലെ അവർ കണ്ണടച്ച് അനുകൂലിക്കണമെന്നുമില്ല. ഇവർക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ പിണറായിക്കെതിരെ ചോദ്യങ്ങൾ ഉയരാം. സർക്കാരിലെയും കേരള പാർട്ടിയിലെയും ഓരോ നീക്കങ്ങളും മുമ്പത്തേക്കാൾ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമാകും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. CPM പാർട്ടി കോൺഗ്രസ് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. ഔദ്യോഗിക പാനലിന് പുറത്തുനിന്ന് മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരാട് പരാജയപ്പെട്ടു. CPM-ൽ എങ്ങനെയാണ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും സെക്രട്ടറിയെ തീരുമാനിക്കുന്നതുമെന്ന് കിരൺ ബാബു വിശദീകരിക്കുന്നു. CPM-ൽ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറിയെയും കേന്ദ്ര കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കുന്നത്? ഇത് പരിശോധിക്കാം. നിലവിലെ ജനറൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയുടെ പൊതുവായ അഭിപ്രായങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പുതിയ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒരു പാനൽ തയ്യാറാക്കുന്നു. അത് പോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിക്കുന്നു. പോളിറ്റ് ബ്യൂറോയുടെ കൂട്ടായ തീരുമാനം അതിൽ ഉണ്ടാകുന്നു. വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാതെയൊക്കെ കൂട്ടായ തീരുമാനം ഉണ്ടാകുന്നു. അങ്ങനെ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച പാനൽ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും വേണമെങ്കിൽ അപ്പടി അംഗീകരിക്കുന്നു. അതല്ല, മറ്റുള്ളവരുടെ പേരുകൾ കൂടിച്ചേർക്കണമെങ്കിൽ അത്തരം സമവായം ഉണ്ടായില്ലെങ്കിൽ അവിടെയും വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ അവതരിപ്പിച്ച് അംഗീകരിച്ച പാനലാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസിന് അപ്പടി അത് അംഗീകരിക്കാം. അതല്ല, ഏതെങ്കിലും അംഗങ്ങൾക്ക് ഇതിൽ ചിലരെ ഒഴിവാക്കേണ്ടതുണ്ട്, ചിലരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉയരാം. അവരുമായി വീണ്ടും ഒരു അനൗപചാരിക ചർച്ചകളൊക്കെ നടത്തും. അങ്ങനെയുള്ള ചർച്ചയിലും ഇവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു. അത് രഹസ്യ ബാലറ്റാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നു. ആ കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ ജനറൽ സെക്രട്ടറി ആരാവണം എന്നത് തീരുമാനിക്കുന്നത്. അവിടെയും വേണമെങ്കിൽ വോട്ടിങ്ങിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് പോളിറ്റ് ബ്യൂറോയെയും തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ് CPM-ൽ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജനറൽ സെക്രട്ടറിയെയും അടക്കം തീരുമാനിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം മന്ത്രിയുടെ ചേംബറിൽ വെച്ചാകും ചർച്ച എന്നാണ് മനസ്സിലാകുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അണിനയ ചർച്ച. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിലെ സമരം 57 ദിവസത്തിലേക്ക് കടന്നു. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, നമുക്കറിയാം ചർച്ചയുടെ സാധ്യതകൾ നിരവധി തവണ ആശമാർ തേടിയിരുന്നു. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ തൊഴിൽ മന്ത്രിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്?
രഞ്ജിത്ത്, സർക്കാരിന്റെയും CPM-ന്റെയൊക്കെ പ്രധാന പരാതി ഇതുവരെയും അത്തരത്തിലുള്ള തൊഴിൽ വിഷയമായി ഉയർത്തിക്കാട്ടി ആശാ വർക്കേഴ്സ് സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളതാണ്. തൊഴിൽ മന്ത്രിക്കോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിനോ പരാതി നൽകിയിട്ടില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾ, CITU-വിന്റെ നേതാക്കൾ അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടില്ല എന്നുള്ള വലിയൊരു പരാതിയും പരിഭവമായി CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഉണ്ടായത് വളരെ നിർണായക ഇടപെടലുണ്ടായത് ഇടതുമുന്നണി കൺവീനറും CITU നേതാവുമായ TP രാമകൃഷ്ണന്റേതാണ്. അദ്ദേഹവുമായി സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഒരാൾ സംസാരിച്ചിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഇതിൽ ഇടപെടാനുള്ള താല്പര്യം അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഏത് വിധേയം തീർക്കണമെന്ന ഒരു നിലപാട് CPM-ന്റെ ഭാഗത്തും CITU-ന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. TP രാമകൃഷ്ണൻ നിർണായക ഇടപെടലാണ് അതിന് വഴിവെച്ചത്. നേരത്തെ തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയും ആ ഒരു പരാതിയായി തന്നെ പറഞ്ഞിരുന്നു. ഒരു തരത്തിലും ഈ തൊഴിൽ വകുപ്പിന് ഇതൊരു പരാതി ലഭിച്ചില്ല. ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചില്ല എന്നത് വസ്തുതയാണ്. എങ്കിൽ പോലും ഇത്തരമൊരു തൊഴിൽ സമരം അല്ലെങ്കിൽ ജീവനക്കാരുടെ അവകാശങ്ങൾക്കുള്ള സമരം നടക്കുമ്പോൾ തൊഴിൽ വകുപ്പിന്റെ ഇടപെടൽ നിർണായകമാണ്. അത്തരമൊരു നീക്കം സമരക്കാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാൻ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ സമരം ഇനിയും നീണ്ടുപോകുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല. സമരക്കാർക്കും ഏതുവിധേയും സമരം തീർക്കണമെന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഒരു പോസിറ്റീവ് സൈനായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാകുന്നത്. TP രാമകൃഷ്ണൻ പാർട്ടി കോൺഗ്രസിനിടെയാണ് ഈ സമരസഭയിൽ പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹവുമായി ചർച്ച നടത്തി. കോഴിക്കോടുള്ള നേതാവുമായി TP രാമകൃഷ്ണൻ വർഷങ്ങളായുള്ള അടുത്ത ബന്ധമുണ്ട്. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമരം തീർക്കാനുള്ള വഴികൾ തേടുന്നത്. ഈ കഴിഞ്ഞ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെ കൂടി വിളിച്ചുള്ള ചർച്ചയും അതിന്റെ ഭാഗമായിരുന്നു. ഏതായാലും ഈ തൊഴിൽ മന്ത്രി കൂടി ഇടപെടുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ഉള്ളത്. 3 മണിക്കാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച. ഈ തൊഴിലാളി യൂണിയനുകൾക്കൊക്കെ തന്നെ ഈ സമരം തീർക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അപ്രായോഗികമായ ആവശ്യങ്ങളാണ് സമരക്കാരുടെങ്കിലും എന്നാണ് വിലയിരുത്തലെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കഴിയുമോ എന്നാണ് സർക്കാരും പരിശോധിക്കുന്നത്. തൊഴിൽ വകുപ്പും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സമരക്കാരും ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് ഇതുവരെ അത്തരമൊരു നീക്കം ഉണ്ടായില്ല ചോദ്യം പലതവണ സമരക്കാരോടും അതുപോലെ തൊഴിൽ വകുപ്പിനോടും ചോദിച്ചാണ്. സമരക്കാർ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആശാ വർക്കർമാർ ആരോഗ്യവകുപ്പിന് കീഴിലാണ്. അതുകൊണ്ടാണ് അവിടേക്ക് ചർച്ചയ്ക്ക് പോയത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതൊരു അനുകൂല നീക്കമായി തന്നെ കാണണം. തൊഴിൽ വകുപ്പിന്റെ ഇടപെടലും അതുപോലെ തന്നെ CITU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും ഇത്രയും നാൾ സമരത്തിന് പൂർണ്ണമായും പരസ്യ എതിർപ്പ് പ്രകടിപ്പിച്ച സംഘടന കൂടിയാണ് CITU. INTUC സമാന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അവർ തന്നെ സമരത്തിന് തീർക്കാൻ മുൻകൈ എടുക്കുന്നു. ശിവൻകുട്ടി തൊഴിൽ മന്ത്രിക്കെന്നപ്പുറം CITU-ന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ സമരം അധികം വൈകാതെ അവസാനിച്ചേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും തൊഴിൽ മന്ത്രിയുടെ ഇടപെടൽ ആശമാർക്ക് ആശ്വാസമാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് CMRLന്റെ പുതിയ ഹർജി എന്നാണ് വിവരം. കേസിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടരുകയാണ്. പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണ T അടക്കമുള്ളവർക്ക് സമൻസും അയക്കുക. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആജ്ഞ, തുടർച്ചയായ നിരവധി ഹർജികൾ ഉണ്ടായിരുന്നു കോടതിയുടെ പരിഗണനയിൽ. പക്ഷേ അതൊന്നും CMRLനോ വീണ Tക്കോ ആശ്വാസമായിരുന്നില്ല. ഇപ്പോൾ പുതിയൊരു ഹർജിയുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ CMRL ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. എറണാകുളം അഡീഷണൽ കോടതിയിലാണ്, സെഷൻസ് കോടതി 7-ലാണ് സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയതോടെ വീണ വിജയനെയും മറ്റുള്ളവരെയും അറസ്റ്റിനുള്ള നീക്കവും ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യം കൂടി കാണിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIOയുടെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ വിജയൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹർജിയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. SFIOയുടെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിക്ക് ഇത് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചത് 13 പേർക്കെതിരെയാണ്. വീണ വിജയൻ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികൾ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നേരത്തെ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചിരുന്നതാണ്. പക്ഷേ അത് പരിഗണിക്കുന്ന ജഡ്ജിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെ ഈ വിധിയിൽ താമസമുണ്ടാകാൻ വേണ്ടിയാണ്, ഈ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയായിരുന്നു സമർപ്പിച്ചത്. അത് താമസമുണ്ടാകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്ന് തന്നെയാണ് ആരോപണം. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത് മാത്രമല്ല, വീണ വിജയനെതിരെ SFIO മറ്റൊരു
കുറ്റപത്രം കൂടി സമർപ്പിക്കാൻ സാഹചര്യമുണ്ട്. കാരണം എക്സാലോജിക് മറ്റൊരു കമ്പനി, അതായത് CMRന്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് കൂടി ഇത്തരത്തിൽ ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ വായ്പ തിരിച്ചടവ് നടത്താതെ എക്സാലോജിക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മറ്റൊരു കുറ്റപത്രം കൂടി സമർപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മാത്രമല്ല ED ഈ കേസിൽ SFIO എടുത്തിരിക്കുന്ന സമാനമായ കേസുകൾ തന്നെയാണ് EDയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിലും ED ഈ 13 പേർക്കെതിരെ സമൻസ് അയക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CMR അത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് EDയും അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. 2.7 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിലാണ് SFIO കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ സമാനമായ കേസ് തങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്ന് കാണിച്ചാണ് ED ഇതിൽ സമൻസ് അയക്കാൻ ഒരുക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനുവരിയിലാണ് 14 അതായത് 2024 ജനുവരിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. 14 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചതും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാണ് CMRന്റെ ആവശ്യം. തിരിച്ചു വരാം. മറ്റ് നിരവധി വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് സംസ്ഥാനം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, അത് നിലമ്പൂരിലാണ്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ട് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം തലത്തിലുള്ള നേതൃയോഗം ഇന്ന് ചേരുകയാണ്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പ്രത്യേകിച്ചും അവർക്കൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അൻവറിൻ്റെ പിന്തുണ സ്വാഭാവികമായും കോൺഗ്രസിലാകും. പക്ഷെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി മോഹികളായവരിൽ ചിലരെ പിണക്കാതെ നിർണയമുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലമ്പൂർ ഈ തെരഞ്ഞെടുപ്പ്, അത് ഈ ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. ഒന്ന്, അവിടെ നിലവിലുണ്ടായിരുന്ന MLA PV അൻവർ UDFന്റെ ചായ്വിലാണിപ്പോൾ, UDFന്റെ കൂടെയാണിപ്പോൾ. അദ്ദേഹം പരസ്യമായിട്ട് നിരുപാധികമായിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട്, അവിടെ കോൺഗ്രസിന്റെ UDFന്റെ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അത് PV അൻവർ ആയതുകൊണ്ട് മാത്രം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒന്നാണ്. അപ്പോൾ അൻവർ കൂടി UDFനൊപ്പം നിൽക്കുമ്പോൾ അവിടെ മറ്റ് ആശങ്കകളൊന്നുമില്ല എന്ന കണക്കൂട്ടലാണ് UDFനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ അവിടെ എല്ലാ തവണത്തെയും പോലെ സ്ഥാനാർത്ഥി നിർണയമാണ് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം. 2 പേരുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്, VS ജോയുടെയും ആര്യടൻ ഷൗക്കത്തിൻ്റെ. മറ്റു പേരുകളൊന്നും തന്നെ നിലവിൽ നേതൃത്വത്തിൻ്റെ പരിഗണനയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ആര്യടൻ ഷൗക്കത്തിന് നമുക്കറിയാം, ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ, നിലമ്പൂരിൽ കാലങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള രാഷ്ട്രീയ നേതാവ്. അവിടെ അർബൻ ബാങ്കിൻ്റെ പ്രവർത്തനമാവട്ടെ, മറ്റു മേഖലകളിലാവട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. രണ്ടാമത്തെ പേര് VS ജോയുടെയാണ്. VS ജോയ് DCC അധ്യക്ഷനാണ്, യുവാവാണ്, യുവ നേതാവാണ്, നിലമ്പൂർ സ്വദേശി തന്നെയാണ്. അപ്പോൾ ഈ 2 പേരുകൾ മാത്രമാണ് നിലവിൽ നേതൃത്വത്തിന് മുമ്പിലുള്ളത്. അതിൽ ഈ തൻ്റെ MLA സ്ഥാനം രാജിവെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ VS ജോയുടെ പേര് എടുത്തു പറഞ്ഞത് മുതൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFൽ കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ത് എന്നറിയാൻ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം VS ജോയിക്ക് ഒട്ടേറെ മേൽക്കൈ നൽകുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്തിൻ്റെതായ വോട്ട് ബാങ്കുണ്ട്. ഇവിടെ അൻവറിൻ്റെ തീരുമാനങ്ങൾ, അൻവറിൻ്റെ നിർദ്ദേശങ്ങൾ അതുകൂടി ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാകുമെന്ന് വേണം കരുതുവാൻ. കാരണം തൻ്റെ പിൻഗാമിയായിട്ട് ആര് വേണമെന്ന് അൻവർ പറയുന്നു. അൻവർ നിലവിൽ UDFൻ്റെ ഭാഗമോ കോൺഗ്രസിൻ്റെ കൂടെ ഒന്നുമല്ല എങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ അവിടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അൻവറിനൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. ഒരാൾ ജയിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ ഒരുപക്ഷെ അൻവറിൻ്റെ വോട്ട് ബാങ്കിനെ കൊണ്ട് സാധിച്ചേക്കുമെന്ന ഒരു വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പല ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക.
അതല്ലാതെയുള്ള സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിലമ്പൂർ മണ്ഡലം ഏകദേശം അത് എത്രമാത്രം പ്രവർത്തനക്ഷമമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ UDF-ന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് തലവേദനകളൊന്നും ഇവിടെ UDF-നെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. LDF ആകട്ടെ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരാം എന്നുള്ള ഒരു നിലപാടിലാണ് ഉള്ളത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ആദ്യത്തെ ഒരു യോഗം, തെരഞ്ഞെടുപ്പ് നിർത്തിയുള്ള ആദ്യ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള APL കുമാറാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ താഴെത്തട്ടുമുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം അതിലുണ്ടാകും. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഒരു നടപടിയായിട്ട് വേണം ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തെ കാണുവാൻ. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചാലും UDF സജ്ജമാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് കോൺഗ്രസിന് വൈകാരികമായ കാര്യമാണ്. ഇത്തവണ LDF-ൽ നിന്നും UDF-ലേക്ക് വോട്ട് ചോരും. നേതൃത്വം ആരെ തീരുമാനിച്ചാലും അവർക്ക് വിജയം ഉറപ്പാണ് എന്നും VS ജോയ് ന്യൂസ് 18നോട് പറഞ്ഞു. അത് UDF-ന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ LDF-ന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ 2 തവണയും LDF ജയിച്ചതിൻ്റെ ഒരു കാരണം UDF-ലെ വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ്. ഇത്തവണയും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ LDF മനസ്സിൽ വയ്ക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ചർച്ച കിടക്കുമ്പോൾ തന്നെ UDF-ൽ നിന്ന് ആരെങ്കിലും പിണങ്ങിപ്പോരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. UDF-ൽ താരതമ്യേന 1-2 പേരൊക്കെ ഉയർന്നു നിൽക്കുന്നുള്ളൂ. പക്ഷേ CPM-ൽ 1/2 ഡസൻ ആളുകളുടെ പേര് ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടം പിടിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരിൽ പലരും ആ കളം വിട്ട് ശ്രീ PV അൻവറിൻ്റെ പിറകെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വലിയ പ്രയാസം ഉണ്ടാക്കാൻ പോകുന്ന ഇടതുപക്ഷത്താണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും ഒരു മനസ്സോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കും. കോൺഗ്രസിന് യുവത സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൻ്റെ പിന്നിൽ ഐക്യമുന്നണി പ്രവർത്തകർ ഒരുമിച്ച് മുന്നോട്ട് പോകും. പല പേരുകളും ചർച്ചയിൽ ആദ്യം താങ്കളുടെ പേരാണ് പ്രധാന വയ്ക്കുന്നത്. ആര്യടൻ ഷൗക്കത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു ചർച്ചകളിലൊക്കെ? എല്ലാം നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആരെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പാർട്ടി നേതൃത്വം എല്ലാ വശവും പരിഗണിച്ച് പരിശോധിച്ച് കൃത്യസമയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ എല്ലാവരും അണിനിരക്കും. അതാണ് ആത്മവിശ്വാസത്തിനപ്പുറം വൈകാരികമാണ് UDF-നെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ഒപ്പം മികച്ച വിജയം നേടി 2026 തെരഞ്ഞെടുപ്പിന് വലിയ ഒരു ശക്തി പകരുന്ന അടിത്തറ ഉണ്ടാക്കാൻ കൂടിയാണ് UDF-ന്റെ ഇപ്പോഴത്തെ ശ്രമം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ മലപ്പുറത്തെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. നിലമ്പൂരിൽ ആര് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചാലും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഷൗക്കത്ത് പറഞ്ഞത്. നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാലും വിജയം ഉറപ്പാണ്. PV അൻവറിൻ്റെ സാന്നിധ്യം UDF-ന് കരുത്ത് നൽകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമായി ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അത് അവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ഷൗക്കത്തിൻ്റെ മറുപടി. നമ്മോടൊപ്പം ചേരുന്നത് ആര്യടൻ ഷൗക്കത്താണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ഊർജം അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണല്ലോ നിലമ്പൂർ UDF അല്ലേ? PV അൻവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് വരുന്നതോടുകൂടി യാതൊരു സംശയവും വേണ്ട, ഒരു നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് ഒന്ന് UDF-ൻ്റെ ഒരു മണ്ഡലമാണ്, പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഈ PV അൻവർ കൂടി വരുന്നതോടുകൂടി ഒരു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന ഒരു അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. അൻവറിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കാം? 100% അൻവറിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. 100%. അതിൽ യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ? ഇല്ല, അത്തരം അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അത് നേതൃത്വം ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് എല്ലാ തവണയും തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചയാവുന്നതാണ്. ഓരോ തവണ ഒരുപാട് വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണയും ആദ്യ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന പേര് അങ്ങയുടെ തന്നെയാണ്.
മാനസികമായിട്ട് തയ്യാറായി കഴിഞ്ഞോ ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്നതിലേക്ക്? അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു സംഗതി വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനൊക്കെ കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് വരുന്നു എന്നുള്ളതല്ല, എല്ലാവരുടെ പേരും പരിഗണിച്ച് അതിൽ നിന്ന് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊരു സ്പ്ലിറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. യു ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്ര നിലപാടെടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ LDF പിന്തുണയ്ക്കും എന്ന തരത്തിലേക്കാണ് ആഭ്യന്തരമായിട്ട് LDF എന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കോൺഗ്രസ് നിന്ന് ആരെങ്കിലും കോൺഗ്രസിൻ്റെ തീരുമാനത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? അല്ല, അങ്ങനെ സാധ്യതയില്ല. നിങ്ങൾ ഇങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാബിനറ്റ് വന്നാൽ ആരും മുന്നണി വിട്ടു പോകില്ല എന്ന് ഉറപ്പാണല്ലേ? അല്ല, അത് മുന്നണി വിടുന്നവരോട് ചോദിക്കണം. മുന്നണി വിടുന്നവരോടല്ലേ ചോദിക്കണ്ടേ? രണ്ട് പേരിൽ ഒന്ന് അങ്ങയുടെയും മറ്റൊന്ന് VS ജോയുടേതാണ്. എങ്ങനെയാണ് അങ്ങയുടെ വ്യക്തിപരമായ? നിങ്ങൾ പറയുന്ന പേരുകളല്ലേ, പാർട്ടി അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന പേരുകളാണ്. വലിയ ആത്മവിശ്വാസമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അഖിൽ വോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഏതായാലും കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികളേറെയാണ്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനും ആളുകളുടെ ഇടി സ്വാഭാവികമായും ഉണ്ടാകും. PV അൻവർ ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാതെ പുറത്തുനിന്ന് പിന്തുണ ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ നീക്കവുമായാണ് UDF ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് അൻവറിന്റെ മുന്നണി പ്രവേശന കാര്യത്തിലെ അനിശ്ചിതത്വം നീക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ. News 18 എക്സ്ക്ലൂസീവ്. തൃണമൂൽ കോൺഗ്രസ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഒരു മുന്നണിയുടെയും ഭാഗമാകാത്തതാണ് PV അൻവറിൻ്റെയും UDF പ്രവേശനത്തിന് വെല്ലുവിളിയാകുന്നത്. വലത് മുന്നണിയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്ത് നൽകിയെങ്കിലും UDF ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അൻവറിനെ ഉടൻ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസ്, തൃണമൂൽ, ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരേപോലെ അനുകൂല തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയത്. അതേസമയം നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള അൻവറിൻ്റെയും അദ്ദേഹം ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെയും പിന്തുണ മുന്നണിക്ക് പുറത്തുനിന്ന് ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. KK രമ MLAയും RMP പാർട്ടിയും UDFിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നതിന് സമാനമായി അൻവറിനെയും മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതേസമയം നിലമ്പൂരിലെ UDFിന്റെ സാധ്യതാ പട്ടികയിലുള്ള DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് മണ്ഡലത്തിലെ മരണവീടുകളിലും വിവാഹവേദികളിലും ഒരേപോലെ സന്ദർശനം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കുമിടയിൽ ആശയക്കുഴപ്പം തീർക്കുന്നതായാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അൻവറിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാകും നിലമ്പൂരിൽ UDF നടത്തുകയെന്നാണ് വിവരം. അതേസമയം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായവും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു. അസ്മയുടെ ഭർത്താവ് സിറാജുവിനെതിരായ പരാതിയിൽ പോലീസ് അസ്മയുടെ മാതൃ സഹോദരന്റെ മൊഴിയെടുത്തു. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ അറക്കപ്പൊടി സ്വദേശി അസ്മയുടെ മൃതദേഹവും നവജാത ശിശുവിനെയും കൊണ്ട് ഭർത്താവും മതപ്രഭാഷകനുമായ സിറാജുദ്ദീൻ അസ്മയുടെ വീട്ടിലെത്തുന്നത്. പ്രസവ ശേഷം അസ്മയ്ക്ക് അമിത രക്തസ്രാവമുണ്ടായിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ്, അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് വീട്ടുകാരുടെ ആരോപണം. മറ്റു വാർത്ത, യുവ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ച അന്വേഷണ സംഘം. പ്രതി സുഗാന്ത് സുരേഷ് എവിടെ എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രതിയുടെയും വീട്ടുകാരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മുൻകൂർ ജാമ്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രതിയുടെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയതിൻ്റെയും പ്രതി സാമ്പത്തിക ചൂഷണം നടത്തിയതിൻ്റെയും തെളിവുകൾ പുറത്തു വന്നിരുന്നു. വിവാഹിതരായി എന്ന് വ്യാജരേഖ ചമച്ചാണ് ഗർഭചിത്രം നടത്തിയത്. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയ യോഗം
ഇന്ന് അവലോകന യോഗം ഇന്ന് ആരംഭിക്കും. 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമായത്. 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് റിപ്പോ നിരക്ക് 6.25% കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് വായ്പയെടുത്തവർ. ഒരു സാമ്പത്തിക വർഷത്തിൽ 6 ദ്വൈമാസ യോഗങ്ങളാണ് RBI നടത്തുക. പലിശ നിരക്കുകൾ, പണവിതരണം, പണപ്പെരുപ്പ അവലോകനം തുടങ്ങിയ കാര്യങ്ങൾ ധനനയ കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവസാന യോഗം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. രോഗശയ്യയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫ്രാൻസിസ് മാർപ്പാപ്പ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തി. പുഞ്ചിരിയോടെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്ത പാപ്പയെ ഹർഷാരവത്തോടെയാണ് വിശ്വാസികൾ വരവേറ്റത്. ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക ജൂബിലി പ്രാർത്ഥനകൾക്കിടെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സർപ്രൈസ് എൻട്രി. 5 ആഴ്ചത്തെ ആശുപത്രി ജീവിതത്തിനും 2 ആഴ്ചത്തെ വിശ്രമത്തിനും ശേഷം വീണ്ടും പൊതുമധ്യത്തിൽ പാപ്പ. ഒറ്റവരിയിൽ വിശ്വാസികളെ അഭിസംബോധന. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയാകട്ടെ. നന്ദി. അസുഖബാധിതർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായി നടത്തിയ പ്രത്യേക കുർബാനയ്ക്കാണ് പാപ്പ എത്തിയത്. വിശുദ്ധ വാതിലിലൂടെ വീൽചെയറിൽ കടന്നു വന്ന ഫ്രാൻസിസ് പാപ്പയുടെ കൈമുത്താൻ പലരും കാത്തുനിന്നു. ഇരുവശവും നിന്നവരെ അഭിവാദ്യം ചെയ്ത് മടക്കം. ഊർജ്ജസ്വലനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ വിശ്വാസികൾക്കും പ്രാർത്ഥനകൾ സഫലമായ സന്തോഷം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയുള്ള കോടതി വിധിയെ വിമർശിച്ച് ഫ്രാൻസിലെ നാഷണൽ പാർട്ടി നേതാവ് മറൈൻ ലേപ്പൻ. വിധി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് വിമർശനം. പാരീസിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് വിമർശനം. 5 വർഷത്തേക്ക് പൊതുപദവികൾ വഹിക്കുന്നതിൽ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2004-നും 2016-നും ഇടയിൽ യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ ലേപ്പനും പാർട്ടിയും നിയമവിരുദ്ധമായി വകമാറ്റിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. നമുക്കിനി ന്യൂസ് 8-ൻ്റെ പ്രത്യേക സെഗ്മെൻറ്റിലേക്ക് കടക്കാം. അത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രേക്ഷകരുടെ വിശേഷ ദിവസങ്ങളിലേക്കാണ്. തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് PB ബിനോയിയുടെ ജന്മദിനമാണ് ഇന്ന്. ആനപ്രേമികൾക്കിടയിൽ പ്രശസ്തമായ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെയും ദേവിദാസനെയും കഴിഞ്ഞ 6 വർഷമായി പരിപാലിക്കുന്നതിൽ നേതൃത്വം നൽകുന്നത് ബിനോയാണ്. നാട്ടുകാരും ആനപ്രേമികളുടെ കൂട്ടായ്മയായ രാമദാസ സ്നേഹികളുമാണ് ആശംസ അറിയിക്കുന്നത്. PB ബിനോയ്ക്ക് ന്യൂസ് 18-ൻ്റെയും പ്രത്യേക ആശംസ അറിയിക്കുന്നു. കണ്ണൂർ തടിക്കടവിലെ നൈനിക പ്രശീഷിൻ്റെ 3ാം പിറന്നാളാണ് ഇന്ന്. അച്ഛൻ പ്രശീനും അമ്മ ഗീതുവും കുഞ്ഞേച്ചി പൊന്നുവും അമ്മമ്മ രഞ്ജിനിയും അച്ചാച്ചൻ ഗംഗാധരനും മറ്റു കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട നൈനികയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. മലപ്പുറം വഴിക്കടവിൽ റഷീദിൻ്റെയും കെൻസയുടെയും മകൾ സെഹറിഷിന് ഇന്ന് 1ാം ജന്മദിനമാണ്. സഹർഷിന് സഹോദരിമായ സെൻഹയും സായിബയും ആശംസ നേരുന്നു. നിങ്ങളുടെ ആശംസകൾ ഇത്തരം അവസരങ്ങളിൽ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, പിറന്നാൾ, വിവാഹ വാർഷികം, അങ്ങനെ എന്താശംസകളും ന്യൂസ് 18-ലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം പങ്കുവെക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കോന്നി സുരേന്ദ്രൻ എന്ന കൊമ്പനെ നെഞ്ചിലേറ്റിയ ആനപ്രേമികൾ ഇന്ന് കൊച്ചയ്യപ്പൻ എന്ന കുട്ടിയാനയുടെ ആരാധകരാണ്. കോന്നി ആനക്കൂട്ടിലെത്തുന്ന ആനപ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും മനം കവരുന്നത് ഈ കുട്ടിക്കൊമ്പനാണ്. ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയുമാണ് കൊച്ചയ്യപ്പൻ താരമാകുന്നത്.
2021 പെട്രോളിങ്ങിന് പോയ വനപാലകരാണ് കൂട്ടം തെറ്റിയ കുട്ടിയാനയെ വനമേഖലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയാനയെ തിരികെ കാട്ടിലയക്കാൻ വനപാലകർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഹ്യന്റെ പുത്രൻ നാടിന്റെ ദത്തുപുത്രനാകുന്നത്. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ ആനക്കുട്ടിയായതിനാൽ വനപാലകർ അവന് കൊച്ചയ്യപ്പൻ എന്ന പേരും നൽകി. കൊച്ചയ്യപ്പൻ എന്ന കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളുടെ ആകർഷണമാണ്. സഞ്ചാരികളോട് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയും പാപ്പാന്മാരുടെ അനുസരണയുള്ള ശിഷ്യനാണ്. നല്ല ആക്റ്റീവാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മുന്നോട്ട് നല്ല മിടുക്കനായിട്ട് പോകും. സാധാരണ ഇത് ശബരിമല വനത്തിലെ ആനയാണ്. നമ്മുടെ കോന്നി സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ പോലെ വീറും വാശിയുള്ള ആനക്കുട്ടിയാണ്. അത് നല്ലൊരു കോന്നിയുടെ ഒരു സമ്പത്ത്, വനംവകുപ്പിൻ്റെ ഒരു സമ്പത്തായിട്ട് കോന്നി ആനക്കൂട്ടിൽ ഇങ്ങനെ അവനെ സംരക്ഷിക്കും. പ്രഭാത നടത്തവും ഷവർ ബാത്തുമാണ് കൊച്ചയ്യപ്പന്റെ ഇഷ്ടവിനോദങ്ങൾ. വേനൽക്കാലമായതിനാൽ കൂടുതൽ സമയം ഷവറിന് ചുവട്ടിൽ നിൽക്കും. കുസൃതികൾ കാട്ടും. പിന്നീട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ തിരികെ മടങ്ങും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെറിയ പരിശീലനങ്ങളും കൊച്ചയ്യപ്പന് പാപ്പാന്മാർ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുമുണ്ട്. കോന്നി ആനക്കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ഗജരാജന്മാരായ കോന്നി സുരേന്ദ്രൻ, അയ്യപ്പൻ തുടങ്ങിയ ആനകളെപ്പോലെ കേരളത്തിന്റെ അഭിമാനമാകാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചയ്യപ്പനും. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി പോലീസ് പെട്രോളാണ്. പോലീസ് പെട്രോളിൽ ക്രൈം വാർത്തകൾ. ടോം കുര്യാക്കോസ് ചേരും.